ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നജൂസിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നജൂസിൻ്റെ ബർത്ത്ഡേ വന്നിട്ട് 19-ാം തീയതി ആയിരുന്നു. ഇന്ന് നമ്മുടെ നജൂസിൻ്റെ ജന്മനാളാണ്. അങ്ങനെ നമ്മുടെ നജൂസിനെ രാവിലെ തന്നെ ഉണർത്തി കുളിപ്പിച്ച് നേരെ കോവിലിൽ കൊണ്ടുപോയി. അപ്പോൾ ചേട്ടനാണ് നജൂസിനെ കോവിലിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ചേട്ടൻ കോവിലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാനും ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നു. അതിനുശേഷം നജൂസിനെ നേരെ നേഴ്സറി കൊണ്ടാക്കി. പിന്നെ ഞാൻ നേരെ ജോലിക്ക് പോയി. അപ്പോൾ നേഴ്സറിയിൽ എല്ലാവരും വരുമ്പോഴത്തേക്ക് ഏകദേശം 10-10:30 ആവും എന്ന് പറഞ്ഞു. അപ്പം നേഴ്സറിയിൽ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം നേഴ്സറിയിൽ എല്ലാവരും കേക്ക് കൊണ്ടൊന്ന് മുറിക്കാറുണ്ട് ബർത്ത്ഡേക്ക്. അപ്പം നജൂസിന് ഒരു ആഗ്രഹം കാണുമല്ലോ, അപ്പം നമ്മളതുകൊണ്ട് അവിടെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ കേക്ക് വാങ്ങിക്കാൻ പോയി. അപ്പം മഫിൻ ഹൗസിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ഒരു റെയിൻബോയുടെ ഒരു കേക്ക് വാങ്ങി. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ഒരു പാക്കറ്റ് മുട്ടായും കൂടെ വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ നേഴ്സറിയിൽ വന്നു. അപ്പോഴത്തേക്ക് നേഴ്സറിയിൽ വന്നപ്പോഴത്തേക്ക് ടീച്ചർ എല്ലാ പിള്ളേരെയും ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇരുത്തി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും സെറ്റായിരിപ്പുണ്ട്. നജൂസ് ഭയങ്കര ഹാപ്പിയിലാണ്. അവൾ കേക്ക് മുറിക്കാൻ കണക്കാക്കി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കസേരയൊക്കെ ഇട്ട്. അങ്ങനെ ടീച്ചർ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഈ മുറിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ ജസ്റ്റ് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് കത്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ എന്തോ ഭാഗ്യത്തിന് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കേക്ക് കത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് മുട്ടായൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി, ടീച്ചേഴ്സിനും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നേരെ ഓഫീസിൽ കയറി. ചേട്ടൻ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.